I think the girls with their nails done now. ഹായ് ഗൈസ്, ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഇവിടെയാണ് നമ്മൾ ആക്ച്വൽ സ്പീഡ് റാമ്പിങ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമുക്ക് വേണ്ട ഫയൽസ് ഇമ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ആ മ്യൂസിക്കാണ്. അതൊരു കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കാണ്. അത് തന്നെയാണ് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട്. ദെൻ അടുത്തതായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു സീനാണ്. ഞാൻ ഇത്രയും സീൻസ് റെൻഡർ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീനാണ് നമ്മളെ സ്പീഡ് റാമ്പ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം PNG സീക്വൻസ് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക, ഇമ്പോർട്ട് ചെയ്യുക. ദെൻ ഇതിനൊന്ന് റീനെയിം ചെയ്യുക. ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ 30 FPS ഇവിടെ കിടക്കുന്നത്. നമ്മൾ 60 FPS ഇതിനെ റെൻഡർ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻ്റർപ്രെറ്റ് ഫുട്ടേജ്, മെയിൻ, ഇത് 60 ആക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. നോ കോമ്പോസിഷൻ, 1080x1920 60 FPS, ഇത്രയും മതി. ആ വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്, ഈ ഫയലുണ്ടോ, ഈ ഫയൽ, എന്നിട്ട് നമ്മുടെ ഈ മ്യൂസിക്കും ഈ ഫയലും അങ്ങ് ഡ്രോപ്പ് ചെയ്യുക. മ്യൂസിക് ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു കാര്യം, നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യേണ്ട ലൊക്കേഷനിൽ വരിക. ഇത്രയും 3 മിനിറ്റ് മ്യൂസിക് നമുക്ക് വേണ്ട. നമ്മുടെ സ്പീഡ് റാമ്പിങ് ചെയ്യാനുള്ള അത്രയും പാർട്ട് മാത്രം സെലക്ട് ചെയ്യുക. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുകയാണ്. ഈ ബീറ്റ് നമുക്ക് സെലക്ട് ചെയ്യണം. ഈ ബീറ്റ് സെലക്ട് ചെയ്യാൻ പല വഴികളുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന വഴി എന്ന് പറയുന്നത് ലെയർ, മാർക്കേഴ്സ്, ആഡ് മാർക്കർ, അതിൻ്റെ ഷോർട്ട് കീബോർഡിലെ സ്റ്റാർ ബട്ടണാണ്. ഇതെന്താ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മളിങ്ങനെ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തതിന് ശേഷം ഈ ബീറ്റ് വരുമ്പോഴൊക്കെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കും. ഒരു ഊഹമാണ് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചെയ്ത ടെക്നിക്ക്. എന്നിട്ട് ഇതിനിടയിൽ ഈ ഓരോ ബീറ്റിലുമാണ് നമ്മൾ ട്രാൻസിഷൻസ് കൊടുക്കുകയും ഇതിനിടയിൽ അനിമേഷൻ കൊടുക്കുകയും ചെയ്യുന്നത്. എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫ്രെയിംസ് ഒരു 400 ഫ്രെയിംസാണ് റെൻഡർ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരാവശ്യമില്ല, വെറും 50 ഫ്രെയിംസ് മതിയാകും. ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പ്ലേ ആകുന്നുണ്ടല്ലേ, കണ്ടോ? ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, റൈറ്റ് ക്ലിക്ക്, ടൈം, സ്ട്രെച്ച്, അതൊരു 10 കൊടുത്തിട്ട് എൻ്റർ, ഇത്രയും മതി നമുക്ക്. ഇനി ഇതിവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇനിയാണ് നമ്മുടെ സ്പീഡ് റാമ്പിങ് പരിപാടി. റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക, ടൈമിലേക്ക് പോവുക, എനേബിൾ ടൈം റീമാപ്പിംഗ്. ഇതാണ് സ്പീഡ് റാമ്പ്. 2 കീ ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം അവസാനം ഈ ടൈം റീമാപ്പിലേക്ക് ആഡ് ആവും. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയോ. ഇതിൽ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണുന്നില്ല. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 2 കീ ഫ്രെയിമിനിടയിൽ നടുക്കായിട്ട് നമ്മൾ മറ്റൊരു കീ ഫ്രെയിം ഇവിടെ കൊണ്ടുവന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വീഴും. ദെൻ ഇത് നമ്മൾ പ്രസ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ECS, എന്നിട്ട് ഷോർട്ട് കീ F9. ഇനി പ്ലേ ചെയ്ത് നോക്കുക. കേട്ടോ, ആ നടുക്ക് മാത്രം ഒരു ചെറിയ ഗ്യാപ്പ്. ഇനി നമ്മൾ ഗ്രാഫ് എഡിറ്റിങ്ങിലാണ് ബാക്കി പരിപാടി. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആകും. എന്നിട്ട് ഈ ഗ്രാഫ് ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. അടുത്തതായിട്ട് ഗ്രാഫ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക, എഡിറ്റ് വാല്യൂ ഗ്രാഫ് ആയിരിക്കും മിക്കവാറും കിടക്കുന്നത്. നമുക്കതല്ലാണ്ട് എഡിറ്റ് സ്പീഡ് ഗ്രാഫാണ്. ഇതിലാണ് എനിക്ക് എളുപ്പം. നിങ്ങൾക്ക് സൗകര്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗ്രാഫ് ചെയ്യാനുള്ളത് കണ്ട് ഇങ്ങനെ ആക്കണം. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ആദ്യം ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പോകുന്നു, പിന്നെ സ്ലോ ആയിട്ട് വരുന്നു. ഇവിടെ വെച്ച് പ്രത്യേകിച്ച് മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും, പിന്നെ വീണ്ടും സ്പീഡ് കൂടുന്നു, പോകുന്നു. ഇവിടെയാണ് ട്രാൻസിഷൻസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാണാം. ഇനി ഇത് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഒരു സീനും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതിന് റൈറ്റ് ക്ലിക്ക്, ഇമ്പോർട്ട് ഫയൽ, സെക്കൻഡ് സീൻ ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട്, ഇവിടെയും Ctrl+Alt+G അടിക്കുമ്പോൾ ഇൻ്റർപ്രെറ്റ് ഫുട്ടേജ് വരും. നമ്മളതും 60 FPS ആക്കുക, ഓക്കെ കൊടുക്കുക. ദെൻ റീനെയിം കൊടുക്കുക ടു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അതും ഒരുപാട് ഫ്രെയിമായിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിയതാണ്. ടൈം സ്ട്രെച്ച് ഒരു 70,
ഓക്കെ. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ Ctrl+Alt+T ആണ്. അത് എനേബിൾ ചെയ്യുക. വീണ്ടും സെയിം കീസ് ആഡ് ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു കീയും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ദെൻ F9 ഫോർ ഈസി ഈസ്. എന്നിട്ട് ഈ ഗ്രാഫ് എഡിറ്റിങ്ങിലേക്ക് വരുന്നു. ഇതും നമ്മൾ നേരത്തെ പോലത്തെ ഗ്രാഫ് ആക്കുകയാണ്. ഈ ഗ്രാഫ് അല്ല, ഇനി നിങ്ങൾക്ക് പലതരത്തിലുള്ള മൂവ്മെൻ്റ് വേണമെങ്കിൽ ഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? ഇനി അടുത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു സീനും കൂടി ഞാൻ ഇമ്പോർട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഫയൽ 2 തേർഡ് സീൻ ഇമ്പോർട്ട് ചെയ്യുന്നു. Ctrl+Alt+G 60. ഓക്കെ. ദെൻ റീനെയിം തേർഡ്. ദെൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. എന്നിട്ട് ഇതും ഒരുപാട് ഫ്രെയിം ആയിപ്പോയി. അതിന് ടൈം സ്ട്രെച്ച് കൊടുത്താൽ മതി. ടൈം സ്ട്രെച്ച് ചെയ്ത് റെഡ്യൂസ് ചെയ്യുക. ഒരു 15 എന്നേതും മതി. അത് വളരെ കുറച്ച് വേണം തോന്നുന്നു. ടൈം സ്ട്രെച്ച് ഒരു 17. ഓക്കെ. ദെൻ Ctrl+Alt+T മിഡിൽ വരിക. ഒരു കീയും കൂടി ആഡ് ചെയ്യുക. സെലക്ട് ചെയ്യുക. F9 ഗ്രാഫ് എഡിറ്റർ സെലക്ട് ചെയ്യുക. ഇതിങ്ങനെ പോവുക. ഒന്നും കൂടി പ്ലേ നോക്കുക. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. ബാക്കി എല്ലാം ബോണസാണ്. അതായത് നിങ്ങൾക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യുക, ചെറിയ ഷേക്ക് കൊടുക്കുക. ഇപ്പോൾ അത് ചെയ്താൽ മോഷൻ ബ്ലർ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക്, ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ വേണം ആ വക സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു മോഷൻ ബ്ലർ, CC ഫോഴ്സ് മോഷൻ ബ്ലർ ഇതിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു 360. ഇത് ഈ മോഷൻ കൂടുതലായിട്ട് വരുന്നുള്ളത് നമുക്കിത് കൃത്യമായിട്ട് കാണാം. ഓക്കെ. ഇനി അടുത്തത് ഒരു ഷെയ്ക്കാണ് കേട്ടോ. ഷെയ്ക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ വരുന്നു, ഒരു വിഗിൾ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. വിഗിൾ പൊസിഷൻ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. എന്നിട്ട് ഇത് ഒരു 20. ദെൻ അപ്പോൾ ഈ സീൻ വെളിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ വന്നിട്ട് സ്കെയിൽ ചെയ്ത് കുറച്ച് വെളിയിലേക്ക് ആക്കുക. എന്നിട്ട് ഇത് തുറക്കുക. ഇതിനകത്ത് ഈ എഫക്ട്സിനകത്ത് ഒരു 4 ഫ്രെയിം മുന്നോട്ട് വയ്ക്കുക. 1 2 3 4. ഇവിടെ വെച്ചൊരു 70. ദെൻ ഇവിടെ കീ, പിന്നെ 1 2 3 4, വീണ്ടും 4ലേക്ക് 0. പിന്നെ ഇതിൻ്റെ തുടക്കം അതും 0. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. റെൻഡർ ഔട്ട് ചെയ്ത് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. നമ്മളത് ചെയ്യാനുള്ളത് ബാക്കിയുള്ളതും കൂടി അതുപോലെ ആക്കണം. അതിനെന്താ, ഇവിടെ വന്ന് ഓരോ സീനിൻ്റെയും ആദ്യത്തെ ഫ്രെയിമിൽ വരിക. ഫസ്റ്റ് സീനിൽ വിഗിൾ പൊസിഷൻ ട്രാൻസ്ഫോം കോപ്പി ചെയ്യുക. ഇതിനകത്ത് വരിക, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ളത് ഇതിൻ്റെ ഇതുണ്ടോ, സ്കെയിൽ ചെയ്ത് കൊടുക്കുക. വെളിയിലോട്ട് പോകുന്നതല്ല, വെളി ചടി പോകുന്നതന്നെ സ്കെയിൽ ചെയ്ത് അകത്ത് വയ്ക്കുക. സെയിം സാധനം ഇവിടെയും കൊണ്ടുവന്നിട്ട് ഇതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെയും നമ്മൾ കുറച്ച് ഒരു എവിടേക്കോ ചാടി പോകുന്നുണ്ട്, അതും സ്കെയിൽ ചെയ്യുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വിഗിൾ എഫക്റ്റ്, അതായത് ഷേക്ക് എഫക്റ്റ്, മോഷൻ ബ്ലറൊക്കെ ആകുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം. സ്പീഡ് റാമ്പിൽ എനിക്ക് തോന്നുന്നു ക്യാമറയും കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണിത്. കാരണം നമ്മളൊരു ഫോൺ ക്യാമറയിലൊക്കെ റെൻഡർ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുവന്ന് ഓരോ സീനും സ്റ്റെബിലൈസ് ചെയ്യണം. ഈ 3Dയിലായതുകൊണ്ട് സ്റ്റെബിലൈസിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ക്യാമറ ഓൾറെഡി സ്റ്റെബിലൈസ്ഡ് ആണ്, ചെറിയ മൂവ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. എന്തായാലും ഇതാണ് സ്പീഡ് റാമിങ്ങിൻ്റെ ബേസിക്സ്. ബാക്കിയെല്ലാം നിങ്ങൾക്കിത് കൂടുതൽ എഫക്ട്സ് ആഡ് ചെയ്ത് കുറേ കൂടി ഭംഗിയാക്കാം. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ്. I think the girls with their nails done now.